ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ പാട്രിയോട്ട് മിസൈലുകൾ ഇപ്പോഴില്ല. നമ്മൾ ഏറ്റവും വലിയ ചലഞ്ച് ഫേസ് ചെയ്യുന്നത് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ബാലിസ്റ്റിക് ആക്രമണങ്ങളെ നേരിടുന്ന കാര്യത്തിലാണ്. ക്രൂയിസ് മിസൈലുകളൊക്കെ ഞങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ആവശ്യമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം നമ്മുടെ കയ്യിലില്ല. നമ്മുടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാഴ്ച മുമ്പ് അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നൊരു വാർത്ത, അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രതിരോധ സംവിധാനങ്ങൾ. കാരണം അമേരിക്ക മിഡിൽ ഈസ്റ്റിലെ അവരുടെ പാർട്ട്നേഴ്സിന് സപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ അമേരിക്ക യുക്രൈന് സപ്ലൈ ചെയ്തു. യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ കിട്ടാവുന്നതൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇനി എങ്ങാനും റഷ്യ ആക്രമിച്ചാലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ ആയുധങ്ങൾക്ക് വളരെ വലിയ ക്ഷാമം ലോകത്തുണ്ട്. അമേരിക്കയും പാശ്ചാത്യ ലോകവും എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഇതിടയ്ക്ക് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കും. ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ അമേരിക്കൻ ഭാഗത്തുണ്ടായി. പ്രത്യേകിച്ച് അവരുടെ ആയുധങ്ങളുടെ കാര്യത്തിൽ വലിയ നഷ്ടം അവർക്ക് സംഭവിച്ചു. അപ്പോൾ ഈ നേരത്തെ പണ്ട് കാലങ്ങളിൽ മാസ് പ്രൊഡക്ഷൻ നടത്തി ഉണ്ടാക്കി വെച്ചിരുന്ന ആയുധങ്ങളാണ് പലതും ഇപ്പോൾ ഉണ്ടായ യുദ്ധങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചത്. അപ്പോൾ പണ്ട് ഒരു $100 മില്യൺ ഉണ്ടാക്കിയ സാധനം ഇപ്പോൾ പുതിയത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 250-300 മില്യൺ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അന്നത്തെ ലേബർ കോസ്റ്റ് അല്ല ഇന്ന്, മെറ്റീരിയൽ കോസ്റ്റ് കൂടി. എല്ലാ മേഖലയിലും വിലക്കയറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് ചിലവേറിയ കാര്യമാണ്. മാത്രമല്ല യൂറോപ്പിലും അമേരിക്കയിലും ഒന്നും ഈ ചീപ്പ് ആയിട്ടുള്ള ലേബർ എന്ന് ലഭ്യമല്ല. അതുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഫാക്ടറികൾ തന്നെ പലയിടത്തും വളരെ കുറവാണ്. ഈ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ ലോകത്ത് വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നത്. കേവലം ഒന്നോ രണ്ടോ ആയുധങ്ങളല്ല. ആകാശ് മിസൈലിന്റെ കാര്യം തന്നെ എടുക്കാം. അതായത് പ്രതലത്തിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ ഈ ഡിഫൻസ് വെപ്പൺ ലോകത്തിലെ തന്നെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ആയുധങ്ങളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് പല രാജ്യങ്ങളും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആയുധങ്ങളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. പാട്രിയറ്റ് പോലെയുള്ള മിസൈലുകൾക്ക് വളരെ ചിലവ് കൂടുതലാണ്. എന്നാൽ ആകാശ് മിസൈൽ സിസ്റ്റം ആകട്ടെ താരതമ്യേന ചിലവും കുറവാണ്. വളരെയധികം പ്രൊഡക്ഷൻ നടത്താൻ ഇന്ത്യക്ക് കഴിയുമെന്ന അഡ്വാൻറ്റേജുമുണ്ട്. കുറഞ്ഞ ചിലവില് മികച്ച പ്രതിരോധം സാധ്യമാക്കുന്ന ആകാശ് മിസൈൽ വാങ്ങാനായിട്ട് നിരവധി രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ഇന്ത്യ ആണെങ്കിൽ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടെ ഇപ്പോൾ ആയുധങ്ങൾ വൻതോതിൽ പ്രൊഡക്ഷൻ നടത്തുകയാണ്. ഇവിടെ പലരും അതിനെ വലിയ പ്രശ്നമായിട്ടാണ് കേട്ടോ കാണുന്നത്, ഈ സ്വകാര്യ പങ്കാളിത്തം. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മികച്ച ഒരു സ്ട്രാറ്റജിയാണത്. ഈ സ്വകാര്യ പങ്കാളിത്തത്തോട് കൂടിയിട്ട് പരിമിതമായി മാത്രം നേരത്തെ നടത്തിയിരുന്ന പ്രൊഡക്ഷൻ പല മടങ്ങ് ഇന്ത്യ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ഒരു ദിവസം ഉദാഹരണത്തിന് ഒരു മിസൈൽ ഉണ്ടാക്കുമെന്ന് കരുതുക. സ്വകാര്യ പങ്കാളിത്തത്തോട് കൂടിയിട്ട് ഇന്ന് നമുക്കത് 10 എണ്ണമായി വർദ്ധിപ്പിക്കാൻ കുറഞ്ഞത് കഴിയും. അത് വേണമെങ്കിൽ 20-30 ആക്കാൻ കഴിയും. ഇതാണ് പ്രൈവറ്റ് പ്ലേയേഴ്സ് കൂടി വന്നാൽ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ്. ആയുധങ്ങളുടെ ക്വാളിറ്റിയോടൊപ്പം തന്നെ ക്വാണ്ടിറ്റിയും വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ അമേരിക്കയുടെ കൈവശം ലോകത്തിലെ ഏറ്റവും മികച്ച ആക്യുറേറ്റ് ആയിട്ടുള്ള മിസൈലുകൾ ഉണ്ടെന്ന് കരുതുക. എക്സ് എന്ന് പറയുന്ന ഒരു മിസൈൽ ഉണ്ട്. ഇത് അമേരിക്ക ഭയങ്കര പൈസ ചെലവാക്കി ഉണ്ടാക്കുന്ന മിസൈലാണ്. ഇത് ഒരെണ്ണം ഉണ്ടാക്കാൻ തന്നെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം വേണമെന്ന് കരുതുക. ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മിസൈൽ മില്യൺ കണക്കിന് ഡോളർ ചിലവ് വരും. അമേരിക്കയുടെ കഴിഞ്ഞ ഇത്രയും കാലത്തിനിടയിൽ ഇതുപോലത്തെ ഒരു 50 മിസൈൽ അമേരിക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ 50 മിസൈലിനെ തടയാനായിട്ട് ഒരു ശക്തിക്കും ഒരു രാജ്യത്തിനും കഴിയില്ല. അമേരിക്ക ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാണ്. അമേരിക്ക ഈ മിസൈൽ തുരുതുരാ ഇറാന് നേരെ അയക്കുന്നു. ഇറാന്റെ 50 സ്ഥലങ്ങളിലും മിസൈൽ പതിക്കുന്നു. ഒരെണ്ണം പോലും തടയാനായിട്ട് ഇറാന് കഴിയുന്നില്ല. എല്ലാം വിജയം കണ്ടു എന്നും കരുതുക. പക്ഷെ അപ്പോഴും ഇറാന്റെ കയ്യിൽ ഇറാൻ ഇതിന്റെ 100-1 പൈസ കൊടുത്തുണ്ടാക്കിയ ചെലവുകൊണ്ട് ഉണ്ടാക്കിയ മിസൈലുകളും ഡ്രോണുകളും ഉണ്ട്. ഇത് കണക്കില്ലാത്ത അത്രയും എണ്ണം ഇറാൻ അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ കയ്യിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ആയുധം ഉണ്ടാക്കാൻ സമയം വേണം, കൂടുതൽ പണം വേണം. ഈ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കയ്യിൽ ഏറ്റവും മികച്ച 10 മിസൈൽ ഉള്ള സ്ഥാനത്ത് ഒരു ആവറേജ് മിസൈൽ ഒരു 1000 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് ക്വാളിറ്റിയോടൊപ്പം ഇന്നത്തെ യുദ്ധത്തിൽ ക്വാണ്ടിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ചീപ്പായിട്ടുള്ള ഡ്രോണുകൾ ഇന്ന് മാസ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ചീപ്പായിട്ടുള്ള മിസൈലുകളും ഉണ്ടാക്കാൻ പറ്റും. ഈ സാഹചര്യത്തിലാണ് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇത് ഒരുപോലെ ബാലൻസ് ചെയ്ത് കിട്ടുന്ന ആയുധങ്ങൾ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമ്പോൾ മാത്രമേ യുദ്ധങ്ങളിൽ ഇനിയുള്ള കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അവിടെയാണ് ഇന്ത്യ വേറിട്ട് നിൽക്കുന്നത്. ഈ അർമേനിയയുടെ കാര്യം എടുക്കാം. ഈ അർമേനിയ ഇന്ത്യയുടെ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനവും റോക്കറ്റ് ലോഞ്ചറുകളും സ്വന്തമാക്കിയിട്ടുള്ള രാജ്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ പങ്കാളി. ശത്രുക്കളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ദിശ മാറ്റി പറക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ പ്രളയ് മിസൈലുകളും ഇപ്പോൾ വാങ്ങാൻ ഒരുങ്ങുകയാണ് അർമേനിയ. ഇതിനു പുറമെ ഈജിപ്റ്റ്, അതുപോലെ ഇന്തോനേഷ്യ, ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. ഇന്ത്യയില് വിലയും കുറവാണ്, ക്വാളിറ്റിയും ഉണ്ട്. ഇന്ത്യക്ക് പ്രൊഡക്ഷൻ നടത്താനുള്ള കപ്പാസിറ്റി കൂടിയത് കൊണ്ട് ക്വാണ്ടിറ്റിയിൽ വാങ്ങാനും പറ്റും.
അതേ സമയത്ത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നേരിടുന്ന പ്രശ്നം, ഒന്ന് ആയുധങ്ങൾ കൊള്ളാം, ക്വാളിറ്റി ഉള്ള ആയുധങ്ങളാണ്, കോസ്റ്റ് കൂടുതലാണ്, ക്വാണ്ടിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല, പ്രൊഡക്ഷൻ വളരെ പതിയെയാണ് നടക്കുന്നത്, ഇതുകൊണ്ട് ആവശ്യത്തിന് തികയുന്നില്ല. ചൈനീസ് ആയുധങ്ങൾ വാങ്ങാൻ പല രാജ്യങ്ങൾക്കും വിശ്വാസവുമില്ല, അമേരിക്കയെ പിണക്കാൻ അവർക്ക് താല്പര്യവുമില്ല. അതുകൊണ്ട് ചൈനീസ് ആയുധങ്ങൾ പല രാജ്യങ്ങളും പരിഗണിക്കുന്നില്ല. അതേസമയത്ത് റഷ്യ ആകട്ടെ യുദ്ധത്തിൽ പെട്ടുകിടക്കുന്നത് കൊണ്ട് റഷ്യയുടെ ആയുധങ്ങൾ വാങ്ങാനും പറ്റില്ല, ഉപരോധങ്ങൾ ഉള്ളത് കൊണ്ട് റഷ്യക്ക് തന്നെ തികയുന്നുമില്ല. അവിടെയാണ് ഗെയിം ചേഞ്ചറായിട്ട് നമ്മുടെ ഇന്ത്യ എത്തുന്നത്. ഇന്ത്യൻ ആയുധങ്ങളുടെ ഡിമാൻഡ് ആഗോള തലത്തിൽ തന്നെ വർദ്ധിക്കുന്നത്.